എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജയൻ പ്രഭാകർ. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഡിജിറ്റൽ പാസീവ് ഇൻകം ഏൺ ചെയ്യാനായിട്ട് ഏതൊക്കെ സ്കിൽസാണ് ഒരു വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ളത്. പ്രധാനമായിട്ടും ഒരു 5 സ്കിൽസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓൺലൈനിലൂടെ പാസീവ് ഇൻകം ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ എൻ്റെ സ്ക്രീനിൽ ഷെയർ ചെയ്യാം. ഏതൊക്കെയാണ് ടോപ്പ് 5 സ്കിൽസ്. ടോപ്പ് 5 സ്കിൽസ് for creating digital passive income. First one, content development. Second one, influence building. Third one, traffic generation. Fourth one, online selling skill. And last one, fifth one, systems setup. ഈ ഒരു 5 സ്കിൽസ് നിങ്ങൾക്ക് അക്വയർ ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിജിറ്റൽ പാസീവ് ഇൻകം ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. ഫസ്റ്റ് വൺ, കോണ്ടൻറ്റ് ഡെവലപ്മെൻറ്റ്. എങ്ങനെയാണ് ഒരു കോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു കോണ്ടൻറ്റ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? അതിന് പ്രധാനമായിട്ടും ഫസ്റ്റ് വൺ, ഒരു നിശ് നിങ്ങൾ സെലക്ട് ചെയ്യണം. ഏത് ഏരിയ ആണോ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു നിശ് നിങ്ങൾ സെലക്ട് ചെയ്യണം. സെക്കൻഡ് വൺ, മൈക്രോ നിശ് പോസിബിലിറ്റി. നിങ്ങൾ സെലക്ട് ചെയ്ത, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഹെൽത്ത് സ്പേസ് നിങ്ങൾ സെലക്ട് ചെയ്തു. ആ ഹെൽത്തിൽ നിങ്ങൾക്ക് ഏത് കുറച്ചുകൂടെ നാരോ ആയിട്ട് മൈക്രോ നിഷ് ഏതാണോ അത് നിങ്ങൾ ഫൈൻഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഡയബറ്റിസ്, അല്ലെങ്കിൽ എന്താ പറയുക, പൈൽസ് ഏതുമാവാം, അല്ലെങ്കിൽ ഇൻഡൈജഷൻ. അപ്പോൾ ഈ ഒരു മൈക്രോ നിഷ് നിങ്ങൾ നാരോ ആയിട്ട് നിങ്ങൾ ഫൈൻഡ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ സാധ്യത എത്രമാത്രം ഉണ്ടെന്ന് നിങ്ങളൊന്ന് കണ്ടെത്തുക. അപ്പോൾ ആ ഒരു സ്റ്റഡീസ് നിങ്ങൾ ചെയ്യുക. അതിനുശേഷം മാർക്കറ്റ് സ്റ്റഡി. അപ്പോൾ ഇതിന് ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ എത്രമാത്രം സാധ്യതയുണ്ട്, ആളുകൾ എത്രമാത്രം എക്സ്പെക്റ്റ് ചെയ്യുന്നു ഈ ഒരു നോളജ്, അല്ല ഇതിനെക്കുറിച്ച് അറിയാനായിട്ട്. ഡയബറ്റീസ് എങ്ങനെ സോൾവ് ചെയ്യാം ഒരു പ്രത്യേക മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട്, യോഗ തെറാപ്പിയോ അല്ലെങ്കിൽ നാച്ചുറൽ ഫുഡുകളോ, അല്ല പലതരത്തിലുള്ള വെർഷൻസ് ഉണ്ട്. ഇപ്പോൾ മ്യൂസിക് തെറാപ്പി, സൗണ്ട് ഹീലിംഗ്, ഒരുപാട് ടെക്നിക്സുകളുണ്ട്. അല്ലെങ്കിൽ എന്താ പറയുക, ഓർഗാനിക് ഫുഡ് തെറാപ്പി, പല മെത്തേഡ്സുകളുണ്ട്. വാട്ടർ തെറാപ്പി. അപ്പോൾ ഏതാണോ നിങ്ങൾ ചൂസ് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ സാധ്യത എത്രമാത്രം ഉണ്ട് എന്നതിനെ കുറിച്ച് നിങ്ങളൊരു മാർക്കറ്റ് സ്റ്റഡി നടത്തണം. നെക്സ്റ്റ് വൺ, മൊഡ്യൂൾ ഡിസൈൻ ചെയ്യണം. അപ്പോൾ അതിന് മൊഡ്യൂൾസായിട്ട് തയ്യാറാക്കുക. ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് എത്ര സ്റ്റെപ്സുകൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അത് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും, ആ ഗോള് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു മൊഡ്യൂൾ നിങ്ങൾ ഡിസൈൻ ചെയ്യുക. നെക്സ്റ്റ് വൺ, ഫൈനൽ ടച്ചപ്പ്. ഓവറോൾ ആ ഒരു കോഴ്സിനെ നിങ്ങൾ ഫൈനൽ ടച്ചപ്പ് ചെയ്യുക, മീൻസ് ഫൈനലൈസേഷൻ, ഡിസൈൻ ഫൈനൽ ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ നിങ്ങൾക്ക് കണ്ടൻറ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു സ്കില്ല് നിങ്ങൾക്ക് നേടാനായിട്ട് സാധിച്ചു. നെക്സ്റ്റ് വൺ, ഇൻഫ്ലുവൻസ് ബിൽഡിംഗ്. ഇൻഫ്ലുവൻസ് എങ്ങനെയാണ് ബിൽഡ് ചെയ്യേണ്ടത്? അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന, നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ടാർഗറ്റ് മാർക്കറ്റ് ഏതാണോ അവരെ എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളിലേക്ക് ആകർഷിക്കാനായിട്ട് സാധിക്കുന്നത്? റെക്കഗ്നൈസ് യുവർ ഓഡിയൻസ്. നിങ്ങളുടെ ഓഡിയൻസിനെ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഏത് കാറ്റഗറിപ്പെട്ട ആളുകളാണ്. ഇപ്പോൾ സ്റ്റുഡൻസ് ആണെങ്കിൽ സ്റ്റുഡൻസ്, മിഡിൽ ഏജ് ആണെങ്കിൽ മിഡിൽ ഏജ്, അല്ലെങ്കിൽ പ്രായമുള്ള ആളുകളാണെങ്കിൽ അങ്ങനെ. ഇപ്പോൾ ഏത് കാറ്റഗറിപ്പെട്ട, വിമൻസ് ആണ് വിമൻസ്, അല്ലെങ്കിൽ മെൻസ് ആണ് മെൻസ്, അല്ലെങ്കിൽ കുട്ടികളാണെങ്കിൽ ഏതാണോ കാറ്റഗറൈസ് ചെയ്യുന്ന ഒരു ടാർഗറ്റ് മാർക്കറ്റ് അതിനെ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. നെക്സ്റ്റ് വൺ, ക്രിയേറ്റ് അറ്റൻഷൻ ഇൻ യു. ഇപ്പം നിങ്ങളിലേക്ക് അവരുടെ അറ്റൻഷൻ വരണം, ശരിയല്ലേ? നിങ്ങളിലേക്ക് അവരുടെ അറ്റൻഷൻ വന്നു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളെ അവർ ശ്രദ്ധിക്കത്തുള്ളൂ. നിങ്ങൾ പറയുന്നതിനകത്ത് എന്തുണ്ടാകണം, വാല്യൂ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ഒരു പ്രോഗ്രാമിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ സാധിക്കുമെന്നവർക്ക് മനസ്സിലാവണം. സോ ആ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് അറ്റൻഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. നെക്സ്റ്റ് വൺ, ഇമോഷണൽ കണക്ഷൻ. ഇപ്പോൾ നിങ്ങൾ എവിടെയോ ഉള്ളൊരു വ്യക്തി, ഇപ്പോൾ നമ്മൾ ഓഫ്ലൈൻ ആണെങ്കിൽ നമുക്കറിയാം, നമുക്ക് പരിചയത്തിലൂടെ റെഫർ ചെയ്യാനായിട്ട്, അല്ലേ? പരിചയത്തിലുള്ള ഒരാളെ റെഫർ ചെയ്താൽ തീർച്ചയായിട്ടും നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യും. പക്ഷേ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണെങ്കിൽ നിങ്ങളൊരു ഇമോഷണൽ കണക്ഷൻ അവരുമായിട്ട് ബിൽഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ തിരുവനന്തപുരത്തുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കറിയാത്ത കോഴിക്കോടുള്ളതോ അല്ലെങ്കിൽ ബോംബെയിലുള്ള ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് ഇമോഷണൽ കണക്ഷൻ ബിൽഡ് ചെയ്യാൻ സാധിക്കും ത്രൂ ഓൺലൈൻ. നെക്സ്റ്റ് വൺ, ഫാൻ മോഡ്. ദാറ്റ് മീൻസ് ആ ഒരു വ്യക്തിയിൽ നിങ്ങൾക്ക് ഒരു ഫാൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കണം. നിങ്ങളുടെ ഫാൻ ആവാനായിട്ട് അവർക്ക് സാധിക്കണം.
എങ്കിൽ മാത്രമേ നിങ്ങളുടെ വീഡിയോസ് അവർ തുടർച്ചയായിട്ട് യൂട്യൂബിലാണെങ്കിലും അല്ലെങ്കിൽ ബ്ലോഗായാലും പോഡ്കാസ്റ്റ് ആണെങ്കിലും അവർ വാച്ച് ചെയ്യത്തുള്ളൂ. എങ്കിൽ മാത്രമേ അവർ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കത്തുള്ളൂ, നിങ്ങളെ ഫോളോ ചെയ്യാൻ തയ്യാറാകത്തുള്ളൂ. ഫൈനലി നിങ്ങളുടെ പ്രോഡക്റ്റ് മേടിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളോട് അവർക്കൊരു താല്പര്യം, ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതൊരു മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. യെസ്, അപ്പോൾ കണ്ടൻറ് ഡെവലപ്പ് ചെയ്തു, നമ്മൾ ഈ ഇൻഫ്ലുവൻസ് ബിൽഡ് ചെയ്തു. നെക്സ്റ്റ് വൺ ട്രാഫിക് ജനറേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ട്രാഫിക് ജനറേഷൻ ഡിജിറ്റൽ സ്പേസിൽ. എങ്ങനെയാണ് നിങ്ങളുടെ പ്രോഡക്റ്റിലേക്ക്, നിങ്ങളുടെ പ്രോഗ്രാമിലേക്ക് ട്രാഫിക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? ഇപ്പോൾ ഓർഗാനിക് ലീഡ് ജനറേഷൻ, എങ്ങനെ ഓർഗാനിക്കലി ലീഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും? അതായത് ₹1 ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ നിങ്ങൾക്ക് ട്രാഫിക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങളുടെ പർട്ടിക്കുലർ പ്രോഡക്റ്റിലേക്ക് അല്ലെങ്കിൽ നിങ്ങളിലേക്ക്. നെക്സ്റ്റ് വൺ പെയ്ഡ് ലീഡ്സ്. ഈ പെയ്ഡ് ലീഡ്സ്, ജെന്യുവൻ ലീഡ്സ് എങ്ങനെ നിങ്ങൾക്ക് ട്രാഫിക്കിലൂടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും? ഇത് പഠിക്കണം. ഈ ഒരു സ്കിൽ സെറ്റ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. ഹൗ ടു അട്രാക്ട് കസ്റ്റമർ. അപ്പോൾ നിങ്ങളുടെ കസ്റ്റമേഴ്സ് ഏതാണോ, ഏത് കാറ്റഗറിപ്പെട്ട വ്യക്തികളാണോ, അവരെ നിങ്ങൾക്ക് എങ്ങനെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും? നിങ്ങളുടെ പർട്ടിക്കുലർ ആഡ്സിലൂടെയോ അല്ലെങ്കിൽ ഓർഗാനിക് ലീഡ് ജനറേഷനിലൂടെയോ എങ്ങനെ നിങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ള ട്രാഫിക് ജനറേഷൻ മെത്തേഡ്സിലൂടെ നിങ്ങൾ തീർച്ചയായിട്ടും അത് പഠിക്കണം. ഈ ഒരു സ്കിൽസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ധാരാളം ആളുകൾ എത്തും. നിങ്ങളുടെ കോഴ്സ് ആളുകൾ വാങ്ങും, നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ആളുകൾക്ക് സാധിക്കും. യെസ്, നമ്മൾ 3 സ്കിൽ കവർ ചെയ്തു. നെക്സ്റ്റ് വൺ ഓൺലൈൻ സെല്ലിംഗ് സ്കില്ല്. ഇപ്പോൾ എന്താണ് ഓൺലൈൻ സെല്ലിംഗ് സ്കില്ല്? ഓഫ്ലൈൻ സെല്ല് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഇൻഷുറൻസ് കമ്പനിയിലാണെങ്കിൽ സെയിൽസ് മാനേജരും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സുമായിട്ട് പോയി ആളുകളെ നേരിട്ട് കൺവിൻസ് ചെയ്യും. ശരിയല്ലേ? അപ്പം ഫിനാൻഷ്യൽ അഡ്വൈസറിന് അറിയാവുന്ന വ്യക്തിയുടെ അടുത്തായിരിക്കും ഈ മാനേജറിനെ വിളിച്ചുകൊണ്ട് പോകുന്നത്. ഓഫ്ലൈൻ അങ്ങനെ അറിയാവുന്ന വ്യക്തികളായിരിക്കും. പക്ഷേ ഓൺലൈൻ ആണെങ്കിൽ ഒരു കാരണവശാലും അറിയാൻ സാധ്യതയില്ല. നിങ്ങൾക്കറിയത്തില്ല, ഏതോ ഒരു സ്ഥലത്ത് കിടക്കുന്ന അല്ലെങ്കിൽ ഏതോ ഒരു രാജ്യത്ത് കിടക്കുന്ന വ്യക്തി ഇന്നൊരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയുന്നു. അപ്പോൾ അതെങ്ങനെയാണ് സെല്ല് ചെയ്യേണ്ടത്? ആ പ്രോഡക്റ്റ് എങ്ങനെ നമുക്ക് സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും? നിങ്ങളുടെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് എങ്ങനെ US ഉള്ള ഒരാൾക്ക് സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും? അല്ലെങ്കിൽ ബോംബെയിലുള്ള ഒരു വ്യക്തിക്ക് എങ്ങനെ സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും? നിങ്ങളെ അറിയാത്തൊരു പ്രദേശത്തുള്ള കോഴിക്കോടുള്ള വ്യക്തി അല്ലെങ്കിൽ കൊല്ലത്തുള്ള വ്യക്തി, പത്തനംതിട്ടയിലുള്ള ഒരു വ്യക്തി എങ്ങനെ നിങ്ങളുടെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും ഓൺലൈനിലൂടെ? അത് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓൺലൈൻ സെല്ലിംഗ് സൈക്കോളജി. തീർച്ചയായിട്ടും ഓഫ്ലൈൻ പ്ലാറ്റ്ഫോമുമായിട്ട് എൻറ്റയർലി ഓപ്പോസിറ്റ് മോഡാണ് ശരിക്കും ഓൺലൈൻ സെല്ലിംഗ് മെത്തേഡ്സ്. അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും പഠിക്കണം. ആ ഒരു സ്കില്ലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ വിജയിക്കാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ് വൈ പീപ്പിൾ ബൈ? എന്തുകൊണ്ട് നിങ്ങളുടെ പ്രോഡക്റ്റ് നിങ്ങളുടെ ഓഡിയൻസ് വാങ്ങണം? അതിൻ്റെ ഒരു സൈക്കോളജി മനസ്സിലാക്കണം, പഠിക്കാനുണ്ടത്. നെക്സ്റ്റ് വൺ ബൈയിങ് സിഗ്നൽസ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളുകൾ വാങ്ങാനായിട്ടുള്ള സാധ്യതയുണ്ടോ എന്ന് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കണം. അവർ വാങ്ങാനായിട്ടുള്ള എന്തെങ്കിലും സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കണം. ദറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഓൺലൈൻ സെല്ലിംഗ് സ്കിൽ. യെസ്. നെക്സ്റ്റ് വൺ ഫൈനൽ ഈസ് കൺവേർഷൻ. അപ്പോൾ ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ, അതായത് ഓൺലൈൻ സെല്ലിംഗ് സൈക്കോളജി എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, എന്തുകൊണ്ട് ആളുകൾ നിങ്ങളിൽ നിന്ന് വാങ്ങണം എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ബൈയിങ് സിഗ്നൽസ് കിട്ടും. അതും നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു സെയിൽ കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. യെസ്. ലാസ്റ്റ് വൺ സിസ്റ്റം സെറ്റപ്പ്. ഇപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഒരു വ്യക്തിയുടെയും സഹായമില്ലാതെ നിങ്ങൾക്ക് തന്നെ എങ്ങനെ നിങ്ങളുടെ സിസ്റ്റംസ് സെറ്റപ്പ് ചെയ്തുകൊണ്ട് വർക്ക് ഫ്രം ഹോം നിങ്ങളുടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് ലോകത്തെവിടെ വേണമെങ്കിലും നിങ്ങളുടെ പ്രോഡക്റ്റ് സെല്ല് ചെയ്യാനും അതിലൂടെ ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഏതുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിസ്റ്റം സെറ്റപ്പ് ചെയ്യാൻ അറിയാമെങ്കിൽ. ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ്സുകളാണ്. ഇപ്പോൾ ഇമെയിൽ മാർക്കറ്റിംഗ് സിസ്റ്റം, വെബിനാർ സെറ്റപ്പ്, എങ്ങനെ വെബിനാറിലൂടെ സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും, എങ്ങനെ വെബിനാറിൽ എന്തൊക്കെ സെറ്റപ്പ്സ് ഉണ്ടാവണം, ഏതൊക്കെ പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോകണം, ഏതൊക്കെ സിസ്റ്റംസ് നമ്മൾ പർച്ചേസ് ചെയ്യണം, ഏതൊക്കെ സോഫ്റ്റ്വെയർ പർച്ചേസ് ചെയ്യണം, ഫണൽ സിസ്റ്റം എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നത്, നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ ഫണൽ സിസ്റ്റം എങ്ങനെ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും, അതിൽ ഓട്ടോമേഷൻ.
ലാസ്റ്റ് വൺ ഈസ് ഓട്ടോമേഷൻ. അപ്പോൾ ഓട്ടോമേറ്റഡ് പ്രോസസ്സിലേക്ക് എങ്ങനെ നിങ്ങളുടെ കംപ്ലീറ്റ് പ്രോഡക്ട്സിനെയും നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഈ ഒരു കാര്യങ്ങൾ പഠിക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓൺലൈനിലൂടെ ഡിജിറ്റൽ പാസീവ് ഇൻകം ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും എൻ്റെ ഒരു പ്രോഡക്റ്റിലൂടെ ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള വർക്ക്ഷോപ്പ് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഡിജിറ്റൽ ഇൻകം മാസ്റ്ററി പ്രോഗ്രാമിൽ നിങ്ങൾക്ക് പങ്കെടുക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഏരിയാസ് എല്ലാം കവർ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ സ്ട്രീംസ് ഓഫ് ഇൻകം ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് പല മെത്തേഡ്സിലൂടെ, പല ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട്, പല മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു സിസ്റ്റത്തിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഇൻകം ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. യെസ്, ഞാൻ തുടർന്ന് സോർട്ട് ഔട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് content development, next one second one is influence building, third one traffic generation, fourth one online selling skill, and fifth one last one system setup. ഈ ഒരു 5 സ്കില്ല് നിങ്ങൾക്ക് അക്വയർ ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഡിജിറ്റൽ പാസീവ് ഇൻകം ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നിങ്ങൾ ആക്റ്റീവ് അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ധാരാളം വരുമാനം ഈ ഒരു സെറ്റപ്പിലൂടെ, ഈ ഒരു സിസ്റ്റത്തിലൂടെ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് അല്ലെങ്കിൽ ഫാമിലി സർക്കിളിലേക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾ ഇതിനെ ഒന്ന് ഷെയർ ചെയ്യുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ്, ഓൺലൈൻ പ്ലാറ്റ്ഫോമുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ധാരാളം വീഡിയോസ് ഞാൻ പബ്ലിഷ് ചെയ്യും. അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേയിൽ കാണാം. വിഷ് യു ഓൾ ദ സക്സസ്. താങ്ക് യു. ഗോഡ് ബ്ലസ്. ബൈ ബൈ.